ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വന്നിക്കാണ്. 5 ദിവസം ലീവ് എടുത്തിട്ടുണ്ടല്ലോ. നാളെ 4 ദിവസമായിരുന്നു ലീവ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എറണാകുളം വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി 2:30 ആയിക്കണം ഇവിടെ എത്തിയപ്പോൾ. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടുണ്ട്, 11:08 അതിൻ്റെ സമയം. അപ്പോൾ ഇനി ഏതായാലും വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് കുളിക്കാമെന്ന് വിചാരിച്ച്. നാളത്തെ പോലെ ലോക്കാവണ്ടല്ലോ, ഒക്കെ കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ആവണില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ചെന്ന് നോക്കട്ടെ. അന്ന് നമ്മൾ 14, 15, 16, 17 ആയിരുന്നു ലീവ് ഉണ്ടായിരുന്നത്, 4 ദിവസം. ഇപ്രാവശ്യം നമ്മൾ 1, 2, 3, 4, 5 ദിവസം ലീവ് ആയിട്ടുണ്ട്. ഒരു ദിവസം പാടെ എക്സ്ട്രാ ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ 26-ാം തീയതിയാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് പോയി സ്റ്റാർട്ട് ചെയ്യട്ടെ. വണ്ടി ഇപ്പോൾ ഇപ്രാവശ്യം 5 ദിവസമായിട്ട് നമ്മൾ ബാറ്ററിൻ്റെ സെല്ല് ജസ്റ്റ് ഒന്ന് അടച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് ടൈറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാലോ നോക്കിയിട്ട്, അല്ലെങ്കിൽ ഇന്നും ഇതാക്കും നമ്മളെ വണ്ടി. അല്ലെങ്കിൽ ഇനി ജമ്പർ അടിച്ചിട്ട് 200 രൂപ കളയേണ്ടി വരും. മുതലാളി ഒന്ന് സെക്യൂരിറ്റി സിസ്റ്റം ഒന്ന് കൂട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു കറങ്ങണ ഒരു CCTV വെച്ചിട്ടുണ്ട്. പിന്നെ താഴത്ത് നമ്മളെ വീടിൻ്റെ അവിടെ റൂമിൻ്റെ അടുത്തൊന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി സേഫാണ്. ഇനി വണ്ടി സ്റ്റാർട്ടാവുണ്ടോ എന്ന് നോക്കി നോക്കട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്നാളത്തെ പോലെ വീണ്ടും ജമ്പറുകാരനെ വിളിക്കേണ്ടി വരും. നമ്മളെ വണ്ടിൻ്റെ ഫ്രണ്ടിൽ വേറെ വണ്ടി കൊടുത്തിട്ടിരിക്കണേ. ആദ്യം സ്റ്റാർട്ടാവുണ്ടോ എന്ന് നോക്കട്ടെ. സ്റ്റാർട്ടാവുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ഈ വണ്ടി മാറ്റിക്കാം. ഒന്ന് റിവേഴ്സ് ഇടേണ്ടി വരും, കാരണം നമ്മളത് ഇവിടെയാണ്. അന്ന് നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നത്, ആ ബക്കറ്റിൻ്റെ ഒക്കെ അവിടെ. അപ്പോൾ വണ്ടി പോകുന്നതിന് മുമ്പ് പോകുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് നമ്മൾ സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ അഴുക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഏതായാലും സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ. ആദ്യം ബോണറ്റ് ഒന്ന് നോക്കി നോക്കട്ടെ, ബാറ്ററിമേ എങ്ങനെ വെള്ളം ഉണ്ടോ നോക്കി നോക്കട്ടെ. ബാറ്ററിമേ വെള്ളം ഉണ്ട് കേട്ടോ. നമ്മൾ എത്ര മുറുക്കി അടിച്ചിട്ടും കാര്യമല്ല. ഇതിന്മേൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ അറിയില്ലതാ, വെള്ളം ഉണ്ട് കണ്ടോ. ഇതിമ്മിയാണ് വെള്ളം വന്നിട്ടുള്ളത് ഈ 2 ബാക്കി എല്ലാം ടൈറ്റ് ആക്കിയതുകൊണ്ട് വലിയ സീനില്ല. ഇതിമ്മിയും കുഴപ്പമില്ല. ഈ 2 സാധനം വന്നിട്ടുള്ളത്. പിന്നെ അപ്പോൾ ഇനി സ്റ്റാർട്ടാവുമോ നോക്കട്ടെ. സ്റ്റാർട്ടാവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ഉണ്ട് ശരിക്ക്. ഒന്നല്ലെങ്കിൽ ബാറ്ററി എടപ്പള്ളിയിൽ സർവീസ് ചെയ്യാമെന്ന് പറഞ്ഞ ഒരാൾ, ഇല്ലാന്നുണ്ടെങ്കിൽ മാറ്റേണ്ടി വരും. സർവീസ് ചെയ്തിട്ട് കാര്യമുണ്ടോയെന്ന് അറിയില്ല. സർവീസ് ചെയ്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയും, അത് നിൽക്കുന്നുണ്ടോ ഇല്ലേ, അത് മാറ്റണോ എന്നുള്ളത്. അപ്പോൾ നമ്മളെ മണ്ടത്തരത്തിൽ നമ്മൾ കുടുങ്ങിയിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. എന്നാലും ഇതേപോലെ തന്നെ കേട്ടോ, പറ്റ ഡൗൺ ആയിട്ടില്ല. ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തും. പിന്നെ ഇങ്ങനെ ഈ ഒരു അടി മാത്രം. അപ്പോൾ നമ്മൾ തോറ്റു ഗൈസ്. അപ്പം ഇന്നത്തെ മൂഡ് പോയി. ഇന്ന് ഓടാനുള്ള മൂഡ് പോയി. അന്ന് തന്നെ ബാറ്ററി മാറ്റിയാൽ മതിയില്ലേ. പിന്നെന്താണെന്നോ, അന്ന് ഇനി സെല്ലിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് അറിയില്ലല്ലോ. വെറുതെ ബാറ്ററി മാറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത്. വലിയ 200 റുപ്യയും കൂടിയല്ലേ, അതുമ്പാടെ കളഞ്ഞിട്ട് നമ്മൾ ബാറ്ററി പുതിയ വെക്കാം. അല്ലെങ്കിൽ സർവീസ് ചെയ്തതിനെക്കുറിച്ച് എന്താണെന്ന് അവസ്ഥ നോക്കി നോക്കട്ടെ. ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു നോക്കട്ടെ. ഇങ്ങനെ ഇതിപ്പോൾ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വെള്ളം ഇങ്ങനെ വരുന്നതിൻ്റെ കുറിച്ച്. ബാറ്ററി കംപ്ലൈൻ്റ് ആയതിൻ്റെ കേട്ടോ. ബാറ്ററി നല്ല വെള്ളം വരുന്നുണ്ട്. ഇതിൽ അത്യാവശ്യം നമ്മൾ ടൈറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. വെറുതെ ഇപ്പോൾ ഇത് ഷെയ്ക്കായിട്ടൊന്നുമില്ലല്ലോ, വെറുതെ വന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കും. ഏതായാലും ഒന്ന് അന്വേഷിച്ചിട്ട് ഇത് ബാറ്ററിൻ്റെ കാര്യങ്ങൾ ശരിയാക്കിയിട്ട് ഇനി ഇറങ്ങുന്നുള്ളൂ. ചൂടുണ്ടല്ലോ, വെള്ളം പോരെ. അങ്ങനെ നമ്മൾ ഫൈനലി ബാറ്ററി മാറി കേട്ടോ. പുതിയ ബാറ്ററി വെച്ചിട്ടുണ്ട്. അവരിവിടെ വന്ന് ചെയ്തു. 2800 അവരെ സർവീസ് ചാർജ് 3000 റുപ്യാണ് ആയത്. പിന്നെ അമറോണിൻ്റെ എന്നാണ് പറഞ്ഞത്. ഇത് അമറോണല്ലേ, അമറോണ് പച്ച കളറാണ്. ഇത് പവർ സോണാ പേരങ്ങനെ കാണുന്നുണ്ട്. അമറോണിൻ്റെ തന്നെ അവർ പറഞ്ഞത്. നമുക്ക് കളറും കളറൊന്നും അറിയില്ല. എന്തായാലും മാറിയിട്ടുണ്ട്. 3000 റുപ്യ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് ഇതാണ് 25/7. 2.5 വർഷം കേട്ടോ വാറണ്ടി ഉള്ള. റീപ്ലേസ് വാറണ്ടി ഉണ്ടാവും. പിന്നെ എന്തോ ഒരു ശതമാനക്കണക്കും എന്തൊക്കെ പറഞ്ഞ്. റീപ്ലേസ് വാറണ്ടി ഉണ്ടല്ലോ, അപ്പോൾ കുഴപ്പമില്ല. പിന്നെ 3 മാസം കൂടുമ്പോൾ വെള്ളം നോക്കണമെന്ന് പറഞ്ഞ്. പിന്നെ നമ്മളെ സ്റ്റാൻഡ് ഉണ്ട്, ബാറ്ററിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ടാവുന്നുണ്ട്. ആ സ്റ്റാൻഡ് ജസ്റ്റ് ഒടിഞ്ഞു പോയി. അപ്പോൾ അവർ ഷോപ്പിൽ വന്നാൽ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 2 ബാറ്ററിയാണ് അവർ പറഞ്ഞത്, 3800-ഉം 2800-ഉം. അപ്പോൾ അതെങ്ങനെ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, 3800-ന് 3 വർഷമാണ് റീപ്ലേസ് വാറണ്ടി ഉള്ളത്. ഇതിന് 2.5 വർഷമുണ്ട്. അപ്പോൾ 2800 റുപ്യേൻ്റെ സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ വണ്ടീൻ്റെ ഫ്രണ്ടിലാണ്, വേണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടി എടുക്കാൻ പറ്റും. ഞാൻ ഇന്ന് ചിലപ്പോഴേ വർക്കിന് ഇറങ്ങുള്ളൂ, അത് നോക്കിയിട്ടേ എടുക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അവർ പണി കഴിഞ്ഞ് വരും. ഒരു ഈവനിങ് ആകുമ്പോൾ പണി കഴിഞ്ഞ് വരും. അപ്പോൾ വണ്ടി മാറ്റാം. അവർ ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ ഇനി എന്തായാലും ചിലപ്പോഴേ ഓട്ടം നടക്കുള്ളൂ. അങ്ങനെ ബാറ്ററീൻ്റെ പ്രശ്നം സോൾവ് ആയി. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നമില്ല.